ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടും ചീറുമായൊരു നല്ല തത്തേനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തത്തേനെ ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒറിഗാമി പേപ്പർ തത്തേനെ. അതിനായി നമുക്ക് ആവശ്യമുള്ളത് പേപ്പറും പിന്നെ പശ, സ്കെച്ച്, പേന, പിന്നെ കത്രികയാണ്. ആദ്യം തന്നെ ഒരു പച്ച പേപ്പർ എടുത്ത് അതിനെ സ്ക്വയർ രൂപത്തിലേക്ക് മടക്കുക. ഇതിനെ സ്ക്വയർ ഷേപ്പിൽ കിട്ടിയതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിടും. അതുപോലെ തന്നെ മറ്റേ മൂലയും ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനെ കാണാം, ഇങ്ങനെ ഒരു വരയും ഇങ്ങനെ ഒരു വരയും. അതിനുശേഷം രണ്ട് തുല്യ ഭാഗങ്ങളായി റെക്ടാങ്കിൾ ആകൃതിയിൽ ഇതിനെ രണ്ട് സൈഡും മടക്കുക. ഇപ്പതേ നമുക്ക് രണ്ട് റെക്ടാങ്കിൾ കിട്ടി, നടുവിലതാ ഒരു വരയും. അതുപോലെ തന്നെ ഇങ്ങനെ മറിച്ചതിന് ശേഷം ഈ സൈഡും ചെയ്യണം. അതിനെ മടക്കി തുറന്നതിന് ശേഷം നമ്മൾക്കിപ്പോൾ രണ്ട് കുരിശ് പോലെ കിട്ടിയിട്ടുണ്ടാവും. ആ രണ്ട് കുരിശിനെയും മൂന്ന് കുരിശിനെയും ഒരുമിച്ച് നമ്മൾ മടക്കുക. അതിനുശേഷം നമ്മൾക്കിപ്പോൾ ഒരു സ്ക്വയർ ആകൃതി കിട്ടും. ഇതിന്റെ ഇവിടെയും 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 വേറെ വേറെ മൂലകൾ. അടിഭാഗം നോക്കുകയാണെങ്കിലോ ഇങ്ങനെ. അതിനുശേഷം അതിനെ നമ്മൾ ഈ ഭാഗം, അതായത് മടക്കിയ അടിഭാഗത്തിനെ നമ്മൾ ഈ രീതിയിലേക്ക് രണ്ട് സൈഡും മടക്കണം. ഇതുപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ മടക്കുക. അതിനുശേഷം നമ്മൾക്കിത് ഒരു ഹാഫ് ട്രയാങ്കിളും പിന്നെ ഒരു ബിഗ് ട്രയാങ്കിളും കിട്ടും. ആ ട്രയാങ്കിളിനെ നമ്മൾ രണ്ടാക്കി മടക്കുക. അതിനുശേഷം അത് തുറക്കുക. ഫുള്ളായിട്ട് ആ മടക്കിയതൊക്കെ ഫുള്ളായിട്ട് തുറന്നതിന് ശേഷം നേരത്തെ മടക്കി വെച്ചിട്ട് ട്രയാങ്കിൾ രീതിയിലേക്ക് അതിനെ ഒന്നുകൂടി മടക്കുക. ഇവിടെ കാണുന്ന വര വരെ നടുവിത്തെ വരയിലൂടെ ആ വര വെട്ടണം. അതിനുശേഷം റെക്ടാങ്കിൾ ആകൃതിയിലേക്ക് ഒരു ഇല്ല് മടക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ കാണാൻ കഴിയും. ആ മടക്കിനെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരുന്നത് പോലെ തന്നെ ആക്കി തീർക്കുക. അതിനുശേഷം നമ്മൾ മടക്കിയതുപോലെ തന്നെ ഒന്നുകൂടി മടക്കിയതിനു ശേഷം ഈ മൂല മാത്രം മുകളിലേക്ക് പൊന്തിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് വശത്തേക്ക് ആക്കണം. അതിനുശേഷം ഈ ഭാഗിനെ മടങ്ങി വരുമ്പോൾ ഇതിനെ നമ്മൾ ഈ പരുവത്തിൽ മടക്കിയെടുക്കുക. പിന്നെ നോക്കിയാൽ നമ്മൾക്ക് ഈ രൂപത്തിൽ കാണാം. അതിന്റെ ഒരു വശം താഴത്തേക്ക് മടക്കുക. താഴത്തേക്ക് മടക്കിയിട്ട് വെട്ടിയതിൽ നമുക്ക് മൂലകൾ കാണാൻ പറ്റും. ആ മൂലയിൽ ഒരെണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്ക്വയർ രീതിയിലേക്ക് തന്നെ മടക്കി എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്തില്ലേ, അതേപടി വീണ്ടും ആവർത്തിക്കുക. ഈ രീതിയിൽ കിട്ടുമ്പോൾ ഇതിനെ ഈ സൈഡിലേക്ക് മടക്കി താഴോട്ട് നമ്മൾ മടക്കി വെക്കണം. അതുപോലെ തന്നെ ഈ വശവും നമ്മൾ ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം തിരിച്ചു മടക്കിയതിനു ശേഷം ഒറ്റയായിട്ട് ലഭിക്കുന്ന ഈ പാട്ടിന് മാത്രം നമ്മൾ ഈ വരയുടെ ഭാഗത്തേക്ക് നമ്മൾ മടക്കി വെക്കണം. നമ്മളിപ്പോൾ ഇതുപോലെ മടക്കിയില്ലേ, ഇതുപോലെ ഈ സൈഡിനും നമ്മൾ ആവർത്തിച്ച് മടക്കുക. അതിനുശേഷം ഈ ഭാഗത്തിനെ ബാക്കിലോട്ട് തിരിച്ച് ഈ ഭാഗം ഈ മൂലയിലേക്ക് എന്നിങ്ങനെ വരുന്ന രീതിയിൽ വരണം. ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേണം ഈ ഭാഗം മടക്കുമ്പോൾ.
അതിനുശേഷം ഇതിനെ ഒരേ രീതിയിൽ ഉള്ളിലോട്ട് മടക്കി വെക്കണം. ഇപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഉള്ളിലത്തെ ഭാഗത്തിലേക്ക് പശ എടുത്തതിന് ശേഷം അടിഭാഗത്തിലെ ഈ ഭാഗത്തിന് താഴെയായിട്ട് അതൊന്ന് നല്ലപോലെ തേക്കണം. എന്നിട്ടത് പിന്നെ മടക്കി വെക്കുക. അതിലെ ഈ മൂന്നാമത്തെ കണ്ണിയെടുത്ത് താഴത്തോട്ട് ഈ രീതിയിൽ മടക്കണം. അപ്പുറത്തെ കണ്ണിയും ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഹെഡിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഉള്ളിലോട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം ഈ ഭാഗത്തിനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം മുമ്പത്തേത് പോലെ തന്നെ മടക്കുക. അതിനുശേഷം കാലിൻ്റെ ഭാഗം നല്ലപോലെ മടക്കിയതിന് ശേഷം നിങ്ങളുടെ കൈകളിൽ വെച്ച് അതിനെ കളിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുത്താലോ? ബീക്ക് നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ 2 തത്തകൾ കിട്ടി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.